യഥാർത്ഥത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ശ്രോതാക്കളെ ദുഃഖാർത്തരാക്കുന്ന ഒരു വാർത്തയാണ് പ്രശസ്ത വാർത്താ പ്രക്ഷേപകൻ വാർത്താവതാരകൻ ന്യൂസ് റീഡർ രാമചന്ദ്രൻ അന്തരിച്ചു എന്നുള്ള കാര്യം. മാത്രമല്ല ഗൾഫ് നാടുകളിലെ റേഡിയോ നിലയങ്ങളിലും അദ്ദേഹം ജോലി ചെയ്തു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ ഒരു അതിനാടകീയത ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കൗതുക വാർത്തകളിൽ പ്രകടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഹ്യൂമർ കലർത്തിയായിരുന്നു അദ്ദേഹം ഈ കൗതുക വാർത്തകളൊക്കെ അവതരിപ്പിച്ചിരുന്നത്. മാത്രമല്ല ഈ അക്ഷരശുദ്ധിയും ഭാഷാശുദ്ധിയും ഒക്കെ തന്നെ അദ്ദേഹം പൂർണ്ണമായും ഇതിൽ പാലിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഗൾഫ് നാടുകളിലൊക്കെ അദ്ദേഹം ഒരു വാർത്താ വായനക്കാരനായിട്ട് അവിടുത്തെ റേഡിയോയിൽ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ തിരുമല എന്ന് പറയുന്നൊരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മിക്കവാറും അദ്ദേഹത്തിൻ്റെ വീട്ടിനുള്ളിൽ നിന്നായിരുന്നു ടെലിഫോൺ വഴിയായിരുന്നു അദ്ദേഹം വാർത്താ ബുള്ളറ്റിൻ വായിച്ചിരുന്നത് ഗൾഫ് നാടുകളിലേക്ക്. അവിടുത്തെ റേഡിയോ വഴി ടെലിഫോൺ വഴി പോകും. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ചത്തു. ഫോൺ പ്രവർത്തിക്കാതായി. അപ്പോൾ അദ്ദേഹം തിരുമല ഒരു ഫോൺ ബൂത്തിലേക്ക് വാർത്ത വായിക്കാൻ പോയി. അപ്പോൾ അദ്ദേഹം ഈ ബൂത്തിൽ നിന്നുകൊണ്ട് വാർത്ത വായിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹം അഭിനയിച്ചാണ് വാർത്ത വായിക്കുന്നത്. അപ്പോൾ അഭിനയിച്ച് സംസ്ഥാനത്ത് അപ്പോൾ ഒരാൾ പുറത്ത് നിന്ന് ഈ ബൂത്തിലേക്ക് ഫോൺ ചെയ്യാൻ വന്ന ആൾ നോക്കുമ്പോൾ ബൂത്തിൻ്റെ അകത്തുനിന്ന് ഒരാൾ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ അയാൾ ചിരി തുടങ്ങി. കരിയേക്കുന്ന തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു. കാരണം അദ്ദേഹം ഈ 10 മിനിറ്റും ഇത് വായിക്കും. പക്ഷേ അപ്പോൾ മാത്രമല്ല ഈ ഗൾഫ് നാടുകളിൽ ഈ റേഡിയോ ശ്രോതാക്കൾക്ക് വേറൊരു ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് വാർത്ത വായിക്കുമ്പോഴൊക്കെ തന്നെ പശു കരയുന്നതും എരുമ കരയുന്നതും ഒക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫോണിലൂടെ ഗൾഫിലെ ശ്രോതാക്കൾ കേൾക്കുമായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ച് പശ്ചാത്തലത്തിൽ ഒരു ശബ്ദം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ പശുവിൻ്റെ എരുമയുടെയൊക്കെ ശബ്ദം. സത്യത്തിൽ അദ്ദേഹം വീട്ടിലിരുന്നാണ് ഈ വാർത്ത വായിച്ചിരുന്നത് എന്ന് മിക്ക ശ്രോതാക്കൾക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് കാലം അദ്ദേഹം തിരുവനന്തപുരത്ത് ആകാശവാണിയിലെ ന്യൂസ് റൂമിലെ സാന്നിധ്യമായിരുന്നു. ആകാശവാണി പോലെ തന്നെ അദ്ദേഹം ഏറ്റവും ഒരുപക്ഷെ എനിക്കൊന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ എക്കാലത്തും റേഡിയോയിലെ ഏറ്റവും നല്ല ശബ്ദങ്ങളിൽ ഒന്നായിട്ട് അദ്ദേഹം മാറി. രാമചന്ദ്രൻ ചേട്ടൻ്റെ ശബ്ദത്തിന് തുല്യം അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെയാണ്. ഇപ്പോൾ കെ.എ. ബീന കൂടി നമുക്കൊപ്പം ചേരുന്നു. കെ.എ. ബീനയും ഈ രാമചന്ദ്രൻ ചേട്ടനൊക്കെ ഒന്നിച്ച് ഒരുപാട് കാലം പ്രവർത്തിച്ചവരാണ്. അവിടുത്തെ വാർത്താ വിഭാഗ മേധാവിയായിട്ട് കെ.എ. ബീന തിരുവനന്തപുരത്ത് ആകാശവാണിയിലും തിരുവനന്തപുരത്ത് ദൂരദർശനിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കെ.എ. ബീനയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് കാലം രാമചന്ദ്രൻ ചേട്ടൻ്റെ വാർത്താ വായനയെക്കുറിച്ചും വാർത്താ അവതരണ രീതിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വാർത്താ പ്രിപ്പറേഷനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പൊതുവെയുള്ള പെരുമാറ്റത്തെക്കുറിച്ചും ഒക്കെ പറയാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബീന കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ബീന, വല്ലാത്ത സങ്കടപ്പെടുന്ന ഒരു വാർത്തയാണ് രാമചന്ദ്രൻ ചേട്ടൻ്റെ വിയോഗ വാർത്ത നമ്മളിൽ എത്തിക്കുന്നത്. എന്താണ് ബീനയുടെ ഓർമ്മകൾ? എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വല്ലാത്തൊരു ഷോക്കാണ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള, എന്നോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്നിട്ടുള്ള, എപ്പോഴും ഒരു മാർഗദർശനം പോലെ നിന്നിട്ടുള്ള ഒരാളാണ് രാമചന്ദ്രൻ സാറിനെ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കാര്യവട്ടത്ത് ജേർണലിസം ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുമ്പോഴാണ്. അന്നൊരു വലിയ എന്താ പറയുന്നത്, അന്നത്തെ കാലത്ത് റേഡിയോ മാത്രമുള്ള കാലമാണ്. ടെലിവിഷൻ വരുന്നതേ ഉള്ളൂ, ടെലിവിഷൻ വന്നിട്ടില്ല. ആ സമയത്താണ് സാറ് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്, വാർത്താ വായനയെക്കുറിച്ചും റേഡിയോ വാർത്തകളെ കുറിച്ചും ഒക്കെ. അപ്പൊ ആ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമുള്ള ദിവസമായിരുന്നു. അത് മാത്രമല്ല വലിയൊരു ഒരു ലെജൻഡിനെ കണ്ട ഒരു ഫീലിംഗ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ആകാശവാണിയിൽ ന്യൂസിൽ ജോയിൻ ചെയ്യുമ്പോൾ സാറ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. രാമചന്ദ്രൻ സാർ അവിടുന്ന് റിട്ടയർ ആയി പോയി കഴിഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴാണ് ആകാശവാണി ഒരു തീരുമാനം എടുക്കുന്നത്, റിട്ടയർ ചെയ്ത് കഴിഞ്ഞവരെ നമുക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വാർത്ത വായനയ്ക്കായിട്ട് തിരിച്ച് വിളിക്കാമെന്ന്. അങ്ങനെ രാമചന്ദ്രൻ സാറ് വരികയും ആദ്യമായിട്ട് സാറ് വായിച്ച ദിവസം വാർത്ത എഡിറ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുകയും ചെയ്തു. അതൊരു എനിക്ക് അന്നത്തെ ദിവസം അന്ന് എനിക്ക് വളരെ പ്രായം കുറവുമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ത്രില്ലൊക്കെ അനുഭവിക്കാവുന്നതായിരുന്നു. പിന്നീട് സത്യം പറഞ്ഞാൽ കുറേ വർഷങ്ങൾ സാറിന്റെ ഒപ്പം തന്നെ പ്രവർത്തിക്കാൻ പറ്റി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസ് എഡിറ്റർ എന്നുള്ള നിലയ്ക്കും, അദ്ദേഹം ന്യൂസ് റീഡർ ആണ്, ട്രാൻസ്ലേറ്റ് ചെയ്തു തരും. ഒപ്പം തന്നെ എങ്ങനെയാണ് ഒരു പ്രൊഫഷണലി ഒരു വാർത്തയെ സമീപിക്കേണ്ടത്, ഒരു വാർത്താ മുറിയിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചിട്ടയും അച്ചടക്കവും ഒക്കെ എനിക്ക് ശരിക്കും സാറിൻ്റെ നിന്നാണ് പഠിക്കാൻ കഴിഞ്ഞത്. അതൊരു വലിയ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഉച്ചാരണത്തിന്റെ കാര്യത്തില് അല്ലെങ്കിൽ വാർത്ത വായിച്ച് അതിന്റെ മോഡുലേഷന്റെ കാര്യത്തിലൊക്കെ ശരിക്കും നമുക്ക് ഇതിനപ്പുറം ഒരാളെ കാണാൻ പറ്റില്ലായിരുന്നു. ഞാൻ വളരെ പല സാഹചര്യങ്ങളിലും നമ്മൾ വാർത്തയുടെ ടെൻഷൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ സാറ് വളരെ നിർമ്മമമായി തന്നെ ആ വാർത്ത റൂമിൽ ഞങ്ങളോട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം, പാലാക്കടുത്ത് ഐങ്കൊമ്പ് ബസ് അപകടം ഉണ്ടാവുമ്പോഴേക്കും അത് ലാസ്റ്റ്
ലാസ്റ്റ് മിനിറ്റ് 12:15 നമുക്ക് സാറ് ന്യൂസ് എന്താണ് റൂമിൽ പോയതിനു ശേഷമാണ് ഈ വാർത്ത വരുന്നത്. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു അയൻകൊമ്പ് ബസ് അപകടം ഉണ്ടാവുന്നു, ബസ് കത്തിയിട്ട് ആളുകൾ മരിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ള വാർത്ത വരുന്നത്. അപ്പൊ ഞാൻ വേഗം വെള്ള പേപ്പർ എടുത്ത് ഹെഡ്ലൈൻ എഴുതുന്നു, വാർത്ത എഴുതുന്നു. എന്നിട്ട് ഓടി ന്യൂസ് റൂമിൽ ചെല്ലുമ്പോഴേക്കും സാറ് പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാമേന്ദ്രൻ എന്ന് വായിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ കൊണ്ടുപോയി മുന്നേഷത്തെ പിടിച്ചു കൊടുത്തു ഹെഡ്ലൈൻ. അപ്പൊ സാർ അത് തന്നെ ഫസ്റ്റ് ഹെഡ്ലൈൻ ആക്കിയിട്ട് ബാക്കി ഹെഡ്ലൈൻ ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ വായിക്കുകയും പ്രധാന വാർത്ത ഇപ്പോൾ കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് മറ്റേ അയൻകൊമ്പ് ബസ് അപകടത്തിന്റെ സ്റ്റോറി കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇത്തരം ഒരുപാട് സാഹചര്യങ്ങൾ, അതുപോലെ തിരഞ്ഞെടുപ്പ് കാലത്ത് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ വളരെ എന്താണ് പറയുന്നത്, ഒരു പ്രൊഫഷണലിന്റെ കൂടെ, കേരളം കണ്ട ഏറ്റവും വലിയ വാർത്താ പ്രൊഫഷണലിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള മാത്രമല്ല, എനിക്ക് തോന്നുന്നു അന്ന് വാർത്താ വായനക്കാരായി അല്ല വാർത്താ മുറിയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ സാറിന്റെ സാന്നിധ്യം വളരെയേറെ വളരെയേറെ ഞങ്ങൾ ഒരുപാട് ഇത് ചെയ്തിരുന്നു. സാറിന്റെ മരണം എന്ന് പറയുന്നത് ഒരു നഷ്ടം തന്നെയാണ്. ഓക്കെ. കെ എ ബീനയാണ് നമുക്കൊപ്പം ചേർന്നത്. ആകാശവാണിയിൽ ഒരുപാട് കാലം വാർത്താ വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു കെ എ ബീന. ദൂരദർശനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരൊന്നിച്ച് ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുണ്ട്.